മലപ്പുറം താനൂരിൽ നിന്ന് പെൺകുട്ടികൾ നാടുവിട്ട സംഭവത്തിൽ പോലീസ് സംഘം മുംബൈയിലേക്ക് തിരിക്കുന്നു. മുംബൈയിലെ സലൂണുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തും. അതിനിടെ കുട്ടികളെ കാണാതായ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും SP-ക്കും സ്കൂൾ അധികൃതർ പരാതി നൽകി. ഇതിൻ്റെ പിന്നിൽ ഈ കുട്ടികളെ സഹായിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി എങ്ങനെ ഇവരുമായി സൗഹൃദം സ്ഥാപിച്ചു? ഈ കുട്ടികളുമായി ഒപ്പം പഠിക്കുന്ന വ്യക്തിയല്ല, അതല്ലെങ്കിൽ ആ കുട്ടികളുടെ നാട്ടുകാരനല്ല. എടവണ്ണ എന്ന പ്രദേശത്ത് ഒരു മാസമായി വാടകയ്ക്ക് താമസിക്കുന്ന വ്യക്തി ഈ കുട്ടികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നു. അവർ കൂടെ സഹായിയായി ബോംബെയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ആശങ്ക വലുതാണ്. അത് ഈ അത്ഭുതം എന്തുകൊണ്ട് സംഭവിക്കുന്നത് നമ്മളും സംശയിക്കും. ഈ അസ്ലമുമായിട്ട് ഒരു മാസത്തെ പരിചയം വെച്ചിട്ടാണ് ഈ കുട്ടികൾ മുംബൈക്ക് പോയത്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഏറ്റവും വലിയ അത്ഭുതം ഇത് തന്നെയാണ്. കോവിഡിന് ശേഷം സോഷ്യൽ മീഡിയ പ്രചാരത്തിലെത്തിയപ്പോൾ 2 ദിവസം കൊണ്ടൊക്കെ തന്നെ വാട്സപ്പ് വഴിയൊക്കെ തന്നെ ആളുകൾ വലിയ വലിയ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു. ചില ബന്ധങ്ങളൊക്കെ കുഴിയിൽ വീഴുന്നു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ശരിയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ മുംബൈയിലേക്ക് കുട്ടികൾ നാടുവിട്ടതിൻ്റെ പിന്നിൽ ഒരു ഇടവണ്ണക്കാരനാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ അതിൽ ദുരൂഹതയുണ്ട് എന്ന് ആക്ഷേപിക്കുന്ന ആൾക്കാരുണ്ട്. പറയൂ. SKന്റെ നിലവിൽ അന്വേഷണത്തിന്റെ ഭാഗമായി താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം മുംബൈയിലേക്ക് ഉടൻ തന്നെ യാത്ര തിരിക്കും. മുംബൈയിൽ പ്രധാനമായും ഈ കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്ന സലൂൺ, അതോടൊപ്പം തന്നെ പ്രാദേശികമായി കുട്ടികൾക്ക് എന്തെങ്കിലും സഹായം മുംബൈയിൽ നിന്ന് ആരെങ്കിലും ചെയ്തു നൽകിയോ എന്നതാണ് പ്രധാനമായും ഈ പോലീസ് പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായി ഈ സലൂണിലടക്കം എത്തിക്കൊണ്ട് ഇവിടെ പരിശോധന നടത്താനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മാത്രമല്ല, നേരത്തെ തന്നെ സലൂണിനെതിരെ ആരോപണം ഉയർന്നൊരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്താണ് ഇത്തരമൊരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികളുടെ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഒരു പരാതി നൽകിയിരിക്കുകയാണ്. ഈ കുട്ടികളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം വേണം, ദുരൂഹത നീക്കണം എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ ആവശ്യം. പ്രധാനമായും അവർ ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, ഈ യുവാവുമായി കുട്ടികൾക്ക് ഏതു തരത്തിലാണ് ബന്ധം, ഒരു മാസം മാത്രം പരിചയമുള്ള യുവാവുമായി എങ്ങനെ കുട്ടികൾ നാട് വിട്ടു, യുവാവ് എന്തുകൊണ്ട് ഇവരുടെ കൂടെ പോയി എന്നതിൽ ഒരു കൃത്യമായ അന്വേഷണം വേണം. അതോടൊപ്പം തന്നെ കുട്ടികൾ വളരെ കൃത്യമായി ഒരു യാദൃശ്ചികമായി എങ്ങനെയാണ് ഈ സലൂണിൽ എത്തിച്ചേർന്നത് എന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം വേണമെന്നുള്ളതാണ് നിലവിൽ ഈ സ്കൂൾ അധികൃതരുടെ ആവശ്യം. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം കൃത്യമാണ് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. പോലീസ് പറയുന്നത് നേരത്തെ ഒരു ഘട്ടത്തിൽ പോലും ഈ സലൂണുമായി കുട്ടികളോ യുവാവോ ബന്ധപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് യാദൃശ്ചികമായാണ് ഈ കുട്ടികൾ സലൂണിൽ എത്തിയത് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ.